ഞങ്ങളുടെ 4 വർഷത്തെ പ്രണയ. അവൾക്ക് ഒട്ടും താല്പര്യമില്ലാണ്ട് ഈ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവൾ പലതവണ പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ. അന്നത്തെ സാഹചര്യങ്ങൾ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ സെറ്റാണ്. എന്നാൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആമിക്കണ്ട അവര് കണ്ട അതാരാന്നറിയോ? നിന്റെ ഭാര്യയുടെ കാമുകൻ. അവൻ എന്തിനാ വന്നേന്നറിയോ? എന്തിനാ? നിന്റെ ഭാര്യനെ കൊണ്ടുപോവാൻ. ഞാൻ പോയി സംസാരിക്കട്ടെ. നീ അവളെ പോയി വിളിക്ക്. ഇതെങ്ങനെ സത്യമാണെങ്കിൽ ആദ്യം അവളെ കൊല്ലും, അതായത് ഞാൻ പന്നീനെ കൊല്ലും. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യന്നില്ല. അവന്റെ ബോഡി സെറ്റപ്പ് കണ്ട ആരായില്ലെന്ന് വീഴും. എന്താടാ ഭാര്യക്ക് വേറെ ഇഷ്ടമെന്ന് പറയുമ്പോഴേ ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ജനാർദ്ദനന്റെ ഭാര്യക്ക് വേറെ ആളുടെ ഇഷ്ടം എന്റെ ചങ്ക് കലക്കിടാ. അതെങ്ങനെയാ കണ്ട താനല്ലാണ്ട് വേറെ ആളെ സ്നേഹിക്കുന്നു പറഞ്ഞ നിനക്ക് ഭയങ്കര വിഷമയില്ലേ? ആടാ അത് ശരിയാ. ജനാർദ്ദനേട്ടാ, ജനാർദ്ദനേട്ടാ. ഇവളെ എത്ര നാളായിട്ട് നീ സ്നേഹിക്കണെന്ന് പറഞ്ഞ? താൻ ഈ അടുത്ത് കേട്ടി സുമലതയല്ലേ, അവളെ വിളിക്ക്. ഇതെന്റെ ഭാര്യ സുമതി. ആ കാണണേ സുമതി വളവ്. അതെ, അയാൾക്ക് വേറെ ഭാര്യ ഉണ്ടെങ്കിൽ അവളാദ്യം കൊല്ലും, പിന്നെ അയാളെ ഞാൻ കൊല്ലും. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയണം. നിങ്ങൾ ഭയങ്കര സെറ്റല്ലേ മേടിച്ചത്? അവരൊക്കെ പറയണ കേട്ടപ്പോളേ ഞാൻ വിചാരിച്ചു നിനക്ക് അയാൾ ഇഷ്ടമെന്നാ. അങ്ങനെ കേട്ടപ്പോ ഇല്ലാണ്ടായി. നമുക്ക് 6 പാക്ക് ഒന്നും ഇല്ലല്ലോ. എന്നാ ഞാൻ നിങ്ങളുടെ വയറുണ്ടല്ലോ നിങ്ങളെ സ്നേഹിച്ചത്, മനസ്സ് കണ്ടിട്ടാ. സുമതി, സുമതിയിലത്തെ സുമയും സുമലതാലത്തെ സുമയില്ലേ, സുമേത് പ്രശ്നം ശരിക്കും ആരും ചോദിച്ചറിയോ? നമ്മുടെ സുശീലിന്റെ ഭാര്യല്ലടാ. സുശീല ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കാടാവില്ലേ? അതല്ല, 2 ദിവസം ടൈലോട്ടിക്ക് വന്ന ബംഗാളിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയ. അവന്റെ പനന്റെ ഒളിച്ചോടി പോയത്. ജനാർദ്ദനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന